ഹായ് വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. സക്യുലൻസും കാക്ടസുമാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അതായത് കുറേ കാക്ടസ് ചെടികളും ഇതേപോലെ ഒത്തിരി നമ്മുടെ സക്യുലൻറ്റ് പ്ലാന്റ്സുമാണ് കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ലിൻസീസ് ലിങ്ക് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താലേ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സക്യുലൻറ്റ് പ്ലാന്റ്സ് ആണ്. ഈ ഒരു പ്ലാന്റ്സിൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് വെള്ളം മാത്രം മതി. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. എന്ന് മാത്രമല്ല ഇതിൻ്റെ മിനിയേച്ചർ വെറൈറ്റീസാണ്. അതായത് ഇതൊക്കെ മിനിയേച്ചർ വെറൈറ്റീസാണ്. കുറച്ച് സ്പേസിലും ചെറിയ ചെടികൾ ഇതേപോലെ വളർന്നിരിക്കും. അതായത് ഈ സക്യുലൻസിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം അതിൻ്റെ ഓരോരോ വെറൈറ്റീസാണ്. ഇത് കണ്ടോ, ഇത് വേറൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ തൈകൾ ഇതിൻ്റെ ചുവട്ടിൽ തന്നെ ഉണ്ടായി ഇങ്ങനെ പുതിയ പുതിയ തൈകൾ വരും. അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് മാറ്റി വേറൊരു ചട്ടിയിലേക്ക് ആക്കിയെടുക്കാൻ പറ്റും. ഈ സക്യുലൻസിൻ്റെ വേറൊരു പ്രത്യേകത പറഞ്ഞാൽ ഇതിൻ്റെ ഇലകളുണ്ടല്ലോ, ഇതിൻ്റെ ഓരോ ഇലകളും നമ്മൾ അടർത്തിയെടുത്തതിന് ശേഷം മറ്റ് ചട്ടിയിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് വേറൊരു തൈയായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. പിന്നെ ഇതിന് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇതിന് ആക്ച്വലി ഇത് ഞാൻ ഒരു നഴ്സറിയിൽ നിന്നാണ് ഇത് എടുക്കുന്നത്. അതായത് ഇൻഡോ അമേരിക്കൻ നഴ്സറി എന്ന് പറഞ്ഞുള്ള ഒരു നഴ്സറിയാണ്. അവിടെ നിന്നാണ്. അവിടെ സീഡ്സും കിട്ടും, അതുപോലെ തന്നെ ഇതുപോലുള്ള കുറേ തൈകളും വാങ്ങാൻ കിട്ടും. എല്ലാത്തിനും 150 രൂപ 200 രൂപ ആ ഒരു റേഞ്ചിലാണ് ഈ എല്ലാ തൈകൾക്കും ഇരിക്കുന്നത്. കണ്ടാൽ നമുക്ക് ഇത് ചെടികളെ ഇഷ്ടമുള്ളവരാണെങ്കിൽ എല്ലാം അങ്ങ് വാങ്ങാൻ തോന്നും. അതുപോലത്തെ രസമുള്ള ചെടികളാണിത്. ഇത് കണ്ടല്ലേ, ഇതിൻ്റെ നമുക്ക് ഇഷ്ടപ്പെടാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇലകൾ നല്ല മാംസളമായ ഇലകളാണ്. അന്ന് മാത്രം ഇലകളും അതുപോലെ തന്നെ തണ്ടും നല്ല മാംസളമായിട്ടിരിക്കുന്നതാണ്. ഞാൻ കുറേ തൈകൾ ഇവിടുന്ന് വാങ്ങിച്ചു. കണ്ടോ, നല്ല ഫ്ലഷി ലീവ്സാണിത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. പിന്നെ വേറെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആഴ്ചയിൽ 1-2 പ്രാവശ്യം കുറച്ച് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതാണ് ഏറ്റവും ഒരു വലിയൊരു പ്രത്യേകത. ഇത് ഒക്കെ ഞാൻ വാങ്ങി, എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. കണ്ടോ, പിന്നെ നമ്മുടെ അകത്ത് ഇൻഡോറിലും അതുപോലെ തന്നെ ഔട്ട്ഡോറിലും വെക്കാൻ പറ്റും. പിന്നെ ഇൻഡോറിൽ നമ്മൾ വെക്കാൻ നേരം ടെറേറിയംസ് ഒക്കെ സെറ്റ് ചെയ്യാൻ നേരം അതിലൊക്കെ ഈ സക്യുലൻറ്റ് പ്ലാന്റ്സ് വെക്കാൻ ഒത്തിരി നല്ലതാണ്. ഒരു ചട്ടിയിൽ തന്നെ 2 തൈകൾ ഇതുപോലെ ആയി വന്നിരിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ വേര് കണ്ടോ, ഒത്തിരി അങ്ങ് ഡീപ്പായിട്ട് പോകത്തില്ല. നമ്മൾ വെക്കുന്ന മണ്ണിൻ്റെ ഉപരിതലത്തിൽ ഇങ്ങനെ സ്പ്രെഡായി നിൽക്കത്തേ ഉള്ളൂ. ഒരുപാട് ഡീപ്പായിട്ട് ഈ സക്യുലൻസിൻ്റെ ഒന്നും വേര് പോകത്തില്ല. അത് തന്നെ വേറൊരു പ്രത്യേകതയാണ്. പിന്നെ ഇതിൻ്റെ നമ്മൾ സക്യുലൻസ് നടാൻ നേരം എപ്പോഴും നമ്മൾ കൊക്കോപ്പിറ്റും മാത്രം തന്നെ മതിയാവും. കൊക്കോപ്പിറ്റും കുറച്ച് പെർലൈറ്റും കൂടെ മിക്സ് ചെയ്ത് നടുന്നതാണ് ഏറ്റവും നല്ലത്. മണലുണ്ടെങ്കിൽ മണലൂടെ മിക്സ് ചെയ്ത് നട്ട് വെച്ചാൽ മാത്രം മതി. പിന്നെ വെള്ളം വല്ലപ്പോഴും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഏത് വരണ്ട കാലാവസ്ഥയും അതിജീവിക്കാനുള്ളൊരു കഴിവ് നമ്മുടെ ഈ സക്യുലൻസിനുണ്ട്. അതായത് കണ്ടില്ലേ, ഇതിൻ്റെ കുറച്ച് വെള്ളം ഒഴിക്കുന്നത് അത് പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്ത് അതിൻ്റെ ഇലകളിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അതാണ് സക്യുലൻറ്റ് പ്ലാന്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. എനിക്കിതൊക്കെ കണ്ടപ്പോൾ ഒത്തിരി അങ്ങ് ഇഷ്ടമായി. എന്ന് മാത്രമല്ല നമ്മൾ പറയുമല്ലോ, നമുക്ക് അത് അങ്ങ് ഒത്തിരി അങ്ങ് അട്രാക്റ്റഡ് ആവും. അതുപോലത്തെ ചെടികളാണ് ഈ സക്യുലൻറ്റ് പ്ലാന്റ്സ്. അതായത് നിങ്ങൾ സക്യുലൻസിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ വെറൈറ്റി സക്യുലൻസ് ആണുള്ളതെന്നും കമൻറ്റ് ചെയ്യുക. കണ്ടോ, ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സക്യുലൻറ്റ് വെറൈറ്റിയാണ്. അതിൻ്റെ ഇലകളിലും ചെറിയ ചെറിയ ഡോട്ട്സ് പോലെ ഇതേപോലെ ഉണ്ട്. ഇത് ഞാൻ വാങ്ങിച്ചു. കണ്ടോ, ഞാൻ വാങ്ങിച്ച കാക്ടസ് ഈ സക്യുലൻസ് ഞാൻ പിന്നീട് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. സക്യുലൻസ് ഒത്തിരി ഇത് കണ്ടോ, ഇതൊക്കെ വേറെ വേറെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ താമരപ്പൂവ് പോലെ തോന്നും. അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സക്യുലൻറ്റ് പ്ലാന്റ്സ് ആണ് ഇവിടെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ കാക്ടസിൻ്റെ വെറൈറ്റി നമുക്കിനിയും കാണാം. കാക്ടസും അത് മിനിയേച്ചർ വെറൈറ്റീസാണ് ഇതൊക്കെയും തന്നെ ഇവിടെ ഇരിക്കുന്നത്. കാക്ടസിൻ്റെ ഇതിൻ്റെ അകത്ത് ചെറിയ മുള്ള് പോലെയുണ്ട്. അതാണ് അതിൻ്റെ ഒരു ഇത് നമുക്ക് പെട്ടെന്ന് അതിനെ സാധാരണ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തതിന് കാരണം ചെറിയ ചെറിയ മുള്ള് പോലെ ഉള്ളതാണ്. പക്ഷെ മുള്ളില്ലാതെ തന്നെ വളരെ സോഫ്റ്റായിട്ടുള്ള ടൈപ്പുണ്ട്. ഇതിനൊന്നും വലിയ കുഴപ്പമില്ലാത്ത ടൈപ്പാണ്. ഇതുണ്ട്, ഇതിനെയൊക്കെ ചെറിയ മുള്ള് പോലെയുണ്ട്. ഇത് മിനിയേച്ചർ വെറൈറ്റീസാണ്, കാണാൻ ഒത്തിരി നല്ലതാണ്. കാക്ടസ് ആയതുകൊണ്ട് തന്നെ ഇതിനും ലോ മെയിൻ്റനൻസ് ആണ്. ഒരു കെയറും നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് വെച്ചിട്ട് വല്ലപ്പോഴും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി. ഇതിനാഴ്ചയിൽ തന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അത്രയ്ക്ക് ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കാക്ടസ്. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, ഇതൊക്കെ വേറൊരു വെറൈറ്റീസാണ്.
അധികം കാണാത്ത പോലെ തന്നെ ഒത്തിരി വെറൈറ്റീസ് ഇവിടെയുണ്ട്. ഇതിനെപ്പറ്റി കൂടുതൽ വീഡിയോസ് നിങ്ങൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ഇനിയും ഇതേപോലത്തെ കുറേ ചെടികൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ ഫ്രണ്ട്സ്. ഇപ്പോൾ ഓൺലൈനിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഇതുപോലുള്ള കാക്ടസ് അതുപോലെ സക്കുലൻസ് ഒക്കെ വാങ്ങാനും കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. ഫ്ലിപ്കാർട്ടിൽ നോക്കാം, ആമസോണിൽ, പിന്നെ ഒരുപാട് ഇപ്പം ചെടികൾ കിട്ടുന്ന സൈറ്റുകളുണ്ട്. അതിൽ തന്നെ നോക്കിയാൽ മതി. നിങ്ങൾക്ക് ചെടികളൊക്കെ നമുക്ക് ഓൺലൈനിലും വാങ്ങാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. സക്കുലൻസും കാക്ടസും നിങ്ങൾക്ക് ഏതൊക്കെ വെറൈറ്റീസാണ് നിങ്ങളുടെ കയ്യിലുള്ളത്, എങ്ങനെയാണ് കെയർ ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിൻ്റെ കെയറിങ് ടിപ്സും കമൻറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് താങ്ക് യു. നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ എല്ലാ കൂട്ടുകാരും ടേക്ക് കെയർ ആൻഡ് സീ യു ഫ്രണ്ട്സ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.